ഇതുവരെയുള്ള ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ UDF മുൻകൈ. സത്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, ഇതിലെല്ലാം ഞങ്ങൾ വിലയിരുത്തിയതിനേക്കാൾ വലിയ വിജയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴേ ചിത്രം വ്യക്തമാകുള്ളെങ്കിലും ഇപ്പോൾ കേരളം UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്ന പ്രതീതിയാണ് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമായി പ്രതിഫലിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ മുൻതൂക്കമുണ്ടായിരുന്നത് LDF. എവിടെയാണ് LDF പിഴച്ചത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്താൻ അവസരമാണിത്. ശബരിമല പ്രശ്നത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ റിസൾട്ട് തെളിയിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിടത്താണ് ജനങ്ങളുടെ വികാരം നിൽക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്താക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി നടത്തിയ വളരെ വില കുറഞ്ഞ പ്രതികരണങ്ങൾ അത് LDF തിരിച്ചടിയായിട്ട് വന്നു. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ നടത്തിയ ഒരു വിലയിരുത്തൽ UDF സ്ത്രീലമ്പടന്മാരാണെന്ന് പറഞ്ഞു. സ്ത്രീലമ്പടന്മാരെയും ലൈംഗിക അപവാദ കേസുകളിലെയും പ്രതികളെ സ്വന്തം ചിറകിലടിയിൽ ഒളിപ്പിച്ചിരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇത് UDF സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് കടന്ന ആത്മവിശ്വാസം UDF ഒരിക്കലും പ്രകടിപ്പിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു പ്രത്യേകത, മുഴുവൻ റിസൾട്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഞാനിപ്പോൾ പറയാം, തിരുവനന്തപുരത്ത് LDFും BJP തമ്മിലുള്ള അന്തർധാര നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ശബരിമല പ്രശ്നം LDF മാർക്സിസ്റ്റുകാർ തിരുവനന്തപുരത്ത് ഒരു പ്രചരണമാക്കിയില്ല. അവർ വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമാണ്. വീടുകളിൽ ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം UDF വലിയ തിരിച്ചടി ഉണ്ടാവും. കഴിഞ്ഞ തവണ 9 സീറ്റാണല്ലോ UDF കിട്ടിയത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടി സീറ്റുകൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇത് CPMും BJPയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയും സീറ്റ് കിട്ടുമായിരുന്നില്ല. മാത്രമല്ല BJP അധികാരത്തിൽ കൊണ്ടുവരാം എന്ന ഒരു ധാരണ CPMനുണ്ടായിരുന്നു എന്നതിന് ഒരുപാട് സൂചനകളുണ്ട്. പൂർണ്ണ ഫലം വരുമ്പോൾ കുറേ കൂടി വ്യക്തമായി ഞങ്ങൾ പറയും. ഞങ്ങൾ ഒരിക്കലും CPM ഭരിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ CPM അല്ല BJP ഭരിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. CPMും BJPയും തമ്മിൽ ഏതാണ് മെച്ചം എന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, രണ്ടുപേരും തമ്മിലുള്ള അന്തർധാരയിൽ രണ്ടും ഒരുപോലെയാണ്. തിരുവനന്തപുരം നഗരത്തിന് വാസ്തവത്തിൽ വലിയ അപകടമുണ്ടാകാൻ പോകുന്നു. അതിൻ്റെ തുടക്കമാണ് BJPയുടെ ഭരണമുണ്ടാക്കാൻ പോകുന്നത്. അല്ല, LDFും BJPയും തമ്മിൽ രഹസ്യധാരണമല്ലേ, പിന്നെ എന്തിനാ കേവല ഭൂരിപക്ഷത്തിൽ? ഇപ്പോൾ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമായി കഴിഞ്ഞു. CPMും BJPയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി വന്നു. ഈ കോർപ്പറേഷൻ അവർക്ക് ഈ പൂർണ്ണമായും അവർക്ക് പിടിച്ചു കൊടുക്കാൻ CPM തീരുമാനിച്ചവട്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ക്ഷേത്രങ്ങളുടെ നഗരിയല്ലേ തിരുവനന്തപുരം? ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രചരണം എന്തുകൊണ്ടാണ് BJP നടത്താതിരുന്നത്? ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതുതന്നെയാണ് പ്രധാനമായ ഒരു ലക്ഷണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.